1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25-ാം പദം എന്താണെന്ന ചോദ്യം. നമുക്കിവിടെ ഈ ഒന്നില്ല എന്ന് കരുതുക. ഒന്നില്ലെങ്കിൽ നമുക്കിത് എഴുതാൻ എളുപ്പമാണ്. 11, 21 അടുത്തതിലേക്കും 31, അടുത്തത് 4, 10 പ്ലസ് 1 41, അടുത്തത് 5, 10 പ്ലസ് 1 51. അപ്പോൾ സ്വാഭാവികമായിട്ടും 25-ാം പദം 25, 10 പ്ലസ് 1 ആയിരിക്കും. 25, 10 പ്ലസ് 1 അതായത് 251 ആയിരിക്കും. അപ്പം ഈ ഒന്നുണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം ഒന്നിലെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് തൊട്ട് ഇപ്പുറത്തെ ടേം എടുത്താൽ മതി. അതായത് 251ന്റെ തൊട്ട് ഇപ്പുറത്തെ ടേം അതായിരിക്കും 241 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ 241ആണ്. നമ്മൾ ഈ പാഠത്തിലെ കൺസെപ്റ്റ് പ്രകാരം ആശയപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 25-ാം പദം കാണേണ്ടത്. അപ്പോൾ നമുക്ക് 25-ാം ഭാഗത്തിന് x25 നോട്ട് ചെയ്യാം. 25-ാം ഭാഗത്തിന് x25 നോട്ട് ചെയ്യാം. ഒന്നാം പദത്തോടു കൂടി, അതായത് ഒന്നാം പദം x1 ഒന്നാം പദത്തോടു കൂടി 25-ാം പദത്തിലെത്തണമെങ്കിൽ 24 പൊതുവ്യത്യാസം കൂട്ടണം. അതായത് ഒന്നാം പദത്തിൽ നിന്ന് 25-ാം പദത്തിലെത്തണമെങ്കിൽ 24 സ്റ്റെപ്പ് കയറണം. 24 പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ x1 1 ആണ്. 24 ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 1ഉം 10ഉം 11, 11ഉം 10ഉം 21. അപ്പോൾ നമുക്ക് 10 പൊതുവ്യത്യാസം കിട്ടും. അപ്പോൾ 1 പ്ലസ് 24 ഇൻറ്റു 10 എത്രയാണ്? 240. അപ്പോൾ 240 പ്ലസ് 1 എന്ത് കിട്ടും? 241 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ 10-ാം പദം 46. അതായത് 10-ാമത്തെ പദം എന്ന് പറയുന്നത് 46 ആണ്. 11-ാം പദം 51. അതായത് 11-ാമത്തെ പദം എത്രയാണ്? 51 ആണ്. ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ്? 10-ാം പദം 11-ാം പദം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം പൊതുവ്യത്യാസം എഴുതാം. അതായത് 10-ാം പദത്തിൽ നിന്ന് 11-ാം പദത്തിലേക്ക് എത്തുന്നതാണ് പൊതുവ്യത്യാസം. 46, 51 എന്ന് പറയും. പൊതുവ്യത്യാസം എത്ര കിട്ടും? പൊതുവ്യത്യാസം എത്ര കിട്ടും? 5 കിട്ടും. ഇനി ഒന്നാമത്തെ പദം കണ്ടുപിടിക്കണം. അതായത് x ഒന്നാം പദം എന്ന് പറയുമ്പോൾ നമുക്ക് 10-ാം പദത്തിൽ നിന്നും തിരിച്ചു പോരണം. എത്ര സ്റ്റെപ്പ് തിരിച്ചു പോരണം? 9 സ്റ്റെപ്പ് തിരിച്ചു പോരണം. 9 സ്റ്റെപ്പ് തിരിച്ചു പോരുക പറയുമ്പോൾ 9 പൊതുവ്യത്യാസം കിഴിക്കണം. അതായത് 10-ാം പദം എന്ന് പറയുന്നത് 46 ആണ്. മൈനസ് 9 പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു എന്ത് വരും? 5. പൊതുവ്യത്യാസം 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 46 മൈനസ് 9 എത്ര കിട്ടും? 45 സമം 1 കിട്ടും. അതായത് ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് എന്തെന്നായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇതിൽ 5 പദങ്ങൾ എഴുതുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. 5 പദങ്ങൾ എഴുതാൻ എളുപ്പമാണ്. 1 ആദ്യം എഴുതാം, പിന്നെ 5 കൂട്ടുമ്പോൾ 6 എഴുതാം, 6ഉം 5ഉം 11 എഴുതാം, 11ഉം 5ഉം 16 എഴുതാം, 16ഉം 5ഉം 21 എഴുതാം. അപ്പം നമുക്ക് 5 പദങ്ങളായി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 10, 100, 95, 90 എന്ന സമാന്തര ശ്രേണിയിലെ 21-ാമത്തെ പദം ഏതാണ്? അതായത് 100, 95, 90 എന്ന സമാന്തര ശ്രേണിയിലെ 21-ാം പദം. ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം അറിയാം. പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 5 ആണ്. അതായത് കിഴിക്കുന്നതായത് കൊണ്ട് നമ്മൾ പൊതുവ്യത്യാസം -5 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 5 കിഴിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയാം. 21-ാം പദം എന്ന് പറയുമ്പോൾ x21 എന്നാണ് 21-ാം പദം. അതായത് ഒന്നാമത്തെ പദത്തിൽ നിന്ന് എത്ര 5 കഴിക്കണം? 20 5 കഴിക്കണം. ഒന്നാമത്തെ പദത്തിൽ നിന്ന് 20-ാമത്തെ പദത്തിൽ 21-ാമത്തെ പദത്തിലേക്ക് എത്തുമ്പോഴേക്ക് 5 കൂട്ടലല്ല, ഇവിടെ 5 കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് എത്ര 5 കഴിക്കണം? 20 5 കഴിക്കണം. 20 5 കഴിക്കണം. അപ്പോൾ 100 മൈനസ് 20 ഇൻറ്റു 5 എത്ര കിട്ടും? 100 കിട്ടും. 100 മൈനസ് 100 എത്ര കിട്ടും? 0 കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാമത്തെ പദം ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 10-ാം പദം 56. അതായത് 10-ാമത്തെ പദം എത്ര കിട്ടിയിട്ടുണ്ട്? 56. 11-ാം പദം 51. 11-ാം പദം എത്രയാണ്? 51. അപ്പോൾ തന്നെ നമുക്ക് പൊതുവ്യത്യാസം മനസ്സിലായി. 10 നിന്ന് 11ലേക്ക് വരുമ്പോൾ
56 51 ആവുകയാണ്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയിൽ -5 മാറി. ശ്രേണിയിലെ ഒന്നാം പദം എത്രയാണ്? ശ്രേണിയിലെ ഒന്നാം പദം എത്രയാണ് എന്നാണ് ചോദ്യം. ശ്രേണിയിലെ ഒന്നാം പദം എത്രയാണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി, പത്താം പദത്തിൽ നിന്ന് ഒന്നാം പദത്തിലേക്ക് എത്തണം. പത്താം പദത്തിൽ നിന്ന് ഒന്നാം പദത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ഒന്നാം പദമാണ്. ഒന്നാം പദം എന്ന് പറയുമ്പോൾ പത്താം പദത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടുകയാണ്. അപ്പോൾ എത്ര കൂട്ടണം? 9 5 കൂട്ടണം. 9 5 കൂട്ടണം തിരിച്ച് ഒന്നാം പദത്തിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ പത്താം പദം എന്ന് പറയുന്നത് എത്രയാണ്? 56 പ്ലസ് 9 5 45. അപ്പോൾ 50 40 90 6 5 11 എത്ര കിട്ടും? 101 കിട്ടും. ആദ്യത്തെ 5 പദങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ 101, പിന്നെ 5 കുറയാണ് 96, 5 കുറയാണ് 91, 5 കുറയാണ് 86, 81 എന്ന് നമുക്ക് കിട്ടും.